ജയസാറാം പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 28 2026 ഓഗസ്റ്റ് മാസം 13-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് ചർച്ച ചെയ്യുന്നത് 615 വരികളാണ്. പ്രധാന ഭാഗങ്ങൾ: മേഘനാഥ വധം, രാവണ വിലാപം, രാവണന്റെ ഹോമവിഘ്നം, രാവണന്റെ തത്വോപദേശം എന്നീ ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ദിവ്യൌഷധ ഫലമാണ്. ഔഷധാഹരണ യാത്ര ചെയ്ത് ഹനുമാൻ സ്വാമി ദിവ്യൌഷധം കൊണ്ടുവരികയും ശ്രീരാമാദികളെ എല്ലാവരെയും പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടു. തുടർന്നുള്ള ഭാഗം മേഘനാഥ വധമാണ് പിന്നീട് തുടങ്ങുന്നത്. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവും മർക്കട നായകന്മാരോട് ചൊല്ലിനാർ അർക്കതനയനും അങ്കദനും തഥ. ദിവ്യോഷധത്തിന്റെ ഫലമായിട്ട് ശ്രീരാമനും വാനര സൈന്യവും സകലവിധ ആലസ്യങ്ങളുമെല്ലാം തീർന്ന് യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുന്ന സമയത്ത് സുഗ്രീവനും അങ്കദനും മറ്റുള്ള വാനരന്മാരെ നോക്കിയിട്ട് കൽപ്പിക്കുകയാണ്: ഇനി ആരും ലങ്കയുടെ പുറത്ത് നിൽക്കരുത്, എല്ലാവരും അകത്തേക്ക് കയറണം, നിൽക്കരുതാരും പുറത്ത്. ഇനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും. അതായത് എല്ലാവരും തന്നെ ആ ലങ്കാ നഗരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് മതിലുകൾ തകർത്ത് അകത്ത് പ്രവേശിക്കുക, എല്ലാ ഗൃഹങ്ങളിലും തീ വയ്ക്കുക, വൃക്ഷങ്ങളൊക്കെ മുറിക്കണം, കിണറുകളും കുളങ്ങളുമൊക്കെ നികത്തണം, കിടങ്ങുകൾ ഗോപുരദ്വാരം വരെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നിരത്തി അങ്ങോട്ട് പ്രവേശിക്കണം. ഏതാണ്ട് രാക്ഷസന്മാരെല്ലാവരും തന്നെ നശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ശക്തിയുള്ള ആരെങ്കിലും ആ വീടുകൾക്കകത്തുണ്ടെങ്കിൽ നാം തീ വെച്ച് അവരെല്ലാവരെയും പുറത്തേക്ക് ചാടിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് എല്ലാ ഗൃഹങ്ങളിലും അഗ്നി പടർത്തുക. ആ സമയത്ത് നമുക്ക് അവരെല്ലാം കൊല്ലാമെന്ന് സുഗ്രീവനും അങ്കദനും മറ്റുള്ള വാനരന്മാരോട് കൽപ്പിക്കുകയാണ്. ഈ കൽപ്പന കേട്ട് വാനരന്മാർ കോട്ടകൾ ഭേദിച്ച് ലങ്കയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. എല്ലാ ഗൃഹങ്ങളിലും തീ വയ്ക്കാൻ തുടങ്ങി. അഗ്നി കത്തിപ്പടർന്ന് ആകാശത്തോളം ഉയർന്നു. സൈന്യവും സമ്പത്തുമെല്ലാം ലങ്കയിൽ നശിച്ചു തുടങ്ങി, വെന്തു തുടങ്ങി. അന്തഃപുര സ്ത്രീകൾ ആ ഗൃഹങ്ങളിൽ നിന്ന്, അന്തഃപുരത്തിൽ നിന്ന് ഇറങ്ങി ഓടി നിലവിളിച്ചുകൊണ്ട് ഓടുന്നു. ഹനുമാൻ സ്വാമി എപ്രകാരമാണോ ലങ്ക ദഹിപ്പിച്ചത് അതുപോലെ തന്നെ ആ ലങ്കാപട്ടണത്തെ വീണ്ടും വെന്തു വെണ്ണീറാക്കിക്കൊണ്ടിരിക്കുകയാണ് അഗ്നി. രാക്ഷസന്മാരുടെയും രാക്ഷസികളുടെയും ഒക്കെ നിലവിളിയും അതേ സമയത്ത് കവികൾ ഇത് തീവയ്ക്കുവാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ട് നടക്കുന്ന അലർച്ചയും എല്ലാം അവിടെ മുഴങ്ങുകയാണ്. ലങ്കാപുരിയിലെ ഗൃഹങ്ങളിലൊക്കെ തീവച്ച സമയത്തുള്ള അവിടുത്തെ ശബ്ദകോലാഹലത്തെ രാമായണത്തിൽ വളരെ വിശേഷമായിട്ട് തന്നെ വർണ്ണിക്കുന്നുണ്ട്. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ശബ്ദവും, രാത്രിഞ്ചരന്മാരുടെ, രാവണന്മാരുടെ അല്ലെങ്കിൽ രാക്ഷസന്മാരുടെ നിലവിളി ശബ്ദം, രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ശബ്ദം, രാക്ഷസ സ്ത്രീകൾ കേഴുന്ന, കരഞ്ഞുകൊണ്ട് ദീനയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദം, വാനരന്മാർ നിന്ന് അലറുന്ന ഘോഷം, ആ ഓരോ ഗൃഹങ്ങളിലും തീ വെച്ചുകൊണ്ട് അലറിപ്പാഞ്ഞു നടക്കുന്ന വാനരന്മാരുടെ ശബ്ദം, മാനവേന്ദ്രൻ ധനുർജ്യാനാഥ ഘോഷം, ശ്രീരാമന്റെ ജ്ഞാന ശബ്ദം, ആനകൾ വെന്തലറിയിടുന്ന ഘോഷം, ആനകളൊക്കെ ആ അഗ്നിയിൽപ്പെട്ടിട്ട് വെന്തലറി കരയുന്ന ശബ്ദം, ദീനത പൂണ്ട തുരകങ്ങൾ നാദം, കുതിരകളെല്ലാം ആ അഗ്നിയിൽ വെന്ത് അലറുന്ന ശബ്ദം. അപ്രകാരം ആ അന്തരീക്ഷം, ലങ്കാപുരിയിലെ അന്തരീക്ഷം മുഴുവൻ വിവിധ ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. രാക്ഷസന്മാരുടെയും രാക്ഷസികളുടെയും കരയുന്ന ശബ്ദം, അതുപോലെ കവികളുടെ അലർച്ചയുടെ ശബ്ദം, ഭഗവാന്റെ ഞാണല ശബ്ദം, ആനയും കുതിരയുമെല്ലാം വെന്ത് നിലവിളിക്കുന്ന ശബ്ദം. അപ്രകാരത്തിലുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് രാവണൻ ചിന്തിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന്. അപ്രകാരം രാവണൻ കുംഭകർണന്റെ മൂത്ത മകനായ മഹാശക്തനായ കുംഭനോട് കൽപ്പിക്കുന്നു യുദ്ധത്തിന് പുറപ്പെടണം എന്ന്. കുംഭന്റെ അനുജനായ നികുംബൻ രാവണൻ കൽപ്പിക്കുന്നത് കേട്ടിട്ട് പറയുന്നു, ഞാൻ മുമ്പേ യുദ്ധത്തിന് പുറപ്പെടാമെന്ന് പറയുന്നു. അപ്രകാരം കുംഭന്റെ അനുജനായ നികുംബൻ യുദ്ധത്തിന് പുറപ്പെടുന്നു. ആ കൂടെ കമ്പനൻ, പ്രജംഘൻ, യൂപാക്ഷൻ, ശോണിതാക്ഷൻ തുടങ്ങിയവർ അവരുടെ സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് നികുംബനെ അനുഗമിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു. രാക്ഷസപറയുടെ ആ വരവ് കണ്ടിട്ട് വാനരന്മാർക്ക് ഉത്സാഹം വർദ്ധിക്കുന്നു. കാരണം ശത്രുക്കളിതാ തങ്ങളുടെ മുമ്പിലെത്തി യുദ്ധം ചെയ്യണം എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ട് വാനരന്മാർ ചാടി ആ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഇരു കൂട്ടരും തമ്മിൽ വളരെ വലിയ യുദ്ധം നടന്നു.
4-5 നാഴിക നേരം ഇരുകൂട്ടരും തമ്മിൽ പൊരുതിയപ്പോൾ രാക്ഷസ സൈന്യം മുഴുവൻ കാലപുരിയിൽ പ്രവേശിച്ചു. രാക്ഷസ സൈന്യത്തിന്റെ നാശം കണ്ടിട്ട് കമ്പനൻ എന്ന ഒരു അതിശക്തനായ രാക്ഷസൻ യുദ്ധത്തിന് തയ്യാറായി. അവന്റെ അസ്ത്രപ്രയോഗമേറ്റിട്ട് വാനരന്മാർക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അവർ ഓടി പിൻവാങ്ങി തുടങ്ങി. ആ സമയത്ത് അംഗദൻ കമ്പനോട് എതിരിടാൻ വേണ്ടിയിട്ട് തയ്യാറായി. മുഷ്ടിയുദ്ധം കൊണ്ട് കമ്പനനെ അംഗദൻ വധിച്ചു. അതിനു പുറകെ പ്രജംഗനും യുവാക്ഷനും ശോണിതാക്ഷനും ഒരുമിച്ച് വന്ന് അംഗദനോട് യുദ്ധം ചെയ്തു. ആ 3 പേരോടും ഒറ്റയ്ക്ക് അംഗദൻ യുദ്ധം ചെയ്തപ്പോൾ അംഗദന് ക്ഷീണം സംഭവിച്ചു. ആ സമയത്ത് മൈന്ദനും വിവിധനും അംഗദനെ സഹായിക്കുവാൻ വേണ്ടി വന്നു. അംഗദൻ പ്രജംഗനെ വധിച്ചു, വിവിധൻ ശോണിതാക്ഷനെ വധിച്ചു, മൈന്ദൻ വിരൂപാക്ഷനെ വധിച്ചു. 4 രാക്ഷസന്മാരും മരിച്ചു കഴിഞ്ഞപ്പോൾ കുംഭൻ തന്റെ തേരിലേറി വന്ന് അസ്ത്രപ്രയോഗം ആരംഭിച്ചു. വാനരന്മാർ പല വഴിക്കും ഓടി. ആ സമയത്ത് ജ്യേഷ്ഠനെ സുഗ്രീവൻ വധിച്ചത് കണ്ട് കുപിതനായ നികുംബൻ ഇരുമ്പുലക്കയുമായിട്ട് സംഹാര രുദ്രനെ പോലെ പാഞ്ഞെടുത്തു. അത് കണ്ട ഹനുമാൻ സ്വാമി സുഗ്രീവനെ പിറകിലാക്കിക്കൊണ്ട് നികുംബനോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ചെല്ലുകയും അവൻ ഒരു വലിയ പരിഘം കൊണ്ട് ഹനുമാൻ സ്വാമിയുടെ നെഞ്ചത്ത് പ്രഹരിക്കുകയും ചെയ്തു. പക്ഷേ ആ പരിഘം നുറുങ്ങി തെറിച്ചു പോവുകയാണ് ഉണ്ടായത്. ക്രുദ്ധനായ ഹനുമാൻ നികുംബനെ പിടിച്ച് അവന്റെ ശിരസ് പറിച്ച് ദൂരത്തേക്ക് എറിഞ്ഞു. ശേഷിച്ച രാക്ഷസന്മാർ ഇത് കണ്ട് ഭയന്ന് പിന്തിരിഞ്ഞോടി. വാനരന്മാർ അവരെ പിന്തുടർന്ന് എത്തുകയും രാക്ഷസന്മാർ ഒരു വിധത്തിൽ ലങ്കയിലെത്തി വാതിലടച്ച് രക്ഷപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഉണ്ടായ സംഭവങ്ങളൊക്കെ രാവണനോട് വർണ്ണിച്ചു. കുംഭൻ മുതലായ രാക്ഷസന്മാർ മരിച്ച വാർത്ത കേട്ട് രാവണന് ഭയം വർദ്ധിക്കുന്നു. പിന്നീട് രാവണൻ ഖരന്റെ പുത്രനായ മകരാക്ഷനെ വിളിച്ചിട്ട് നീ പോയി രാമാദികളെ നിഗ്രഹിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് അയക്കുന്നു. മകരാക്ഷൻ തൻ്റെ സൈന്യത്തോടു കൂടിയിട്ട് യുദ്ധക്കളത്തിലെത്തി. വിവിധങ്ങളായിട്ടുള്ള വിശേഷ ശരങ്ങൾ കൊണ്ട് ആ വിശേഷ ശരങ്ങൾ അഗ്നിജാല പോലെ വർഷിക്കുവാൻ ആരംഭിച്ചു. മകരാക്ഷനെ എതിർത്ത് നിൽക്കുവാൻ ശക്തിയില്ലാതെ വാനരന്മാർ തിരിച്ചോടി രാമന്റെ സന്നിധിയിലെത്തിയിട്ട് അഭയം പ്രാപിച്ചു. ഭഗവാൻ ഉടൻ തന്നെ മകരാക്ഷനെ ചെറുത്തുകൊണ്ട് യുദ്ധം ആരംഭിച്ചു. മകരാക്ഷനും ശക്തമായിട്ട് പൊരുതി. മകരാക്ഷൻ ക്ഷീണിച്ച് പോകുന്നു. ആ സമയത്ത് അവന്റെ കൊടിയും തേരും കുടയുമെല്ലാം കുതിരയുമെല്ലാം ശ്രീരാമൻ തകർത്ത് കളയുന്നു. ആ സമയത്ത് ഭൂമിയിൽ ചാടി ശൂലവുമേന്തി ശ്രീരാമന്റെ നേരെ പാഞ്ഞെടുത്ത മകരാക്ഷനെ ആഗ്നേയാസ്ത്രം കൊണ്ട് ശ്രീരാമൻ വധിക്കുന്നു. രാവണി താൻ അതറിഞ്ഞ് കോപിച്ച് വന്ന് ഏവരെയും പൊരുതാശു പുറത്താക്കി. ഈ വാർത്ത അറിഞ്ഞ ഇന്ദ്രജിത്ത് ക്രുദ്ധനായി വന്നിട്ട് വാനന്മാരെ എല്ലാവരെയും യുദ്ധം ചെയ്ത് പുറത്തേക്കാക്കി. ആ ലങ്കയുടെ അകത്തുനിന്ന് ആ മട്ടുപ്പാവിൽ നിന്ന് അല്ലെങ്കിൽ ആ രാജധാനിയിൽ നിന്ന് പുറത്തേക്കാക്കി. എന്നിട്ട് രാവണനോട് ചെന്ന് വിവരമെല്ലാം പറഞ്ഞു. ഉടനെ രാവണൻ 14 ലോകവും ഞെട്ടുമാറ് പരിചാരകന്മാരോടൊപ്പം യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അപ്പോൾ ഇന്ദ്രജിത്ത് രാവണനോട് പറയുന്നു, ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ച് ഉൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവാൻ അന്തപ്പുരം പൊക്കിരുന്നരുളിയിടുക, സന്താപമുണ്ടാകരുതിതു കാരണം. രാവണപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഇന്ദ്രജിത്ത് പറയുന്നത്, അല്ലയോ പിതാവേ, അങ്ങ് സുഖമായിട്ട് അന്തപുരത്തിൽ വസിച്ചാലും ഞാനിപ്പോൾ യുദ്ധത്തിന് പുറപ്പെട്ട് ശത്രുക്കളെ നിഗ്രഹിച്ചു വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ വണങ്ങി യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ഇന്ദ്രജിത്തിന്റെ ഈ പുറപ്പാട് കണ്ട് യുദ്ധത്തിന് തയ്യാറായി വരുന്നത് കണ്ട് ലക്ഷ്മണൻ രാമനെ വണങ്ങിക്കൊണ്ട് പറയുന്നു, അല്ലയോ പ്രഭു, രാവണപുത്രന്റെ ചതിപ്രയോഗങ്ങൾ ഇനിയും എത്ര കാലം നാം സഹിക്കേണ്ടതുണ്ട്? അവനെ നാം എത്രത്തോളം ഇനിയും ഉറപ്പിക്കണം? ഇടയ്ക്കിടെ അവൻ മറഞ്ഞു നിന്ന് അസ്ത്രപ്രയോഗം കൊണ്ട് നമ്മയെല്ലാം ചതിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലയോ ശ്രീരാമ ജ്യേഷ്ഠ, അങ്ങ് എത്രയും പെട്ടെന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് രാക്ഷസ വംശത്തെ നശിപ്പിക്കണമെന്ന് ലക്ഷ്മണൻ ശ്രീരാമനോട് അപേക്ഷിക്കുന്നു. അതിന് മറുപടിയായിട്ട് ശ്രീരാമൻ പറയുകയാണ്, ആയോധനത്തിങ്കൽ ഓടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികയെ വന്ന് വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതടോ. അതായത് യുദ്ധത്തിൽ തോറ്റോടുന്നവരുടെ നേർക്കും ആയുധം കയ്യിലില്ലാത്തവരോടും മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്നവരോടും ശരണം പ്രാപിക്കുന്നവരോടും
ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അത് പാപമാണ്. അതുകൊണ്ട് ലക്ഷ്മണ, ഞാൻ ഇവനെ നേരിട്ട് യുദ്ധം ചെയ്ത് അവനെ വധിച്ചുകൊള്ളാം എന്ന് പറയുന്നു. എന്നരുൾ ചെയ്ത് വില്ലും കുല ചന്തികയെ സന്നദ്ധനായത് കണ്ടൊരു രാവണി. അപ്രകാരം പറഞ്ഞിട്ട് ശ്രീരാമൻ വില്ലും കുലച്ച് അവിടെ നിൽക്കുന്നത് കണ്ട രാവണി അഥവാ ഇന്ദ്രജിത്ത് ശ്രീരാമനോട് നേരിട്ട് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് തനിക്ക് ശക്തിയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് തിരിച്ച് ലങ്കയിലേക്ക് തിരിച്ചു മടങ്ങുന്നു. പക്ഷേ തിരിച്ചു മടങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇന്ദ്രജിത്ത് തിരിച്ചു വരുന്നുണ്ട്. ഒരു മായാ സീതാരൂപത്തെ തന്റെ തേരിലിരുത്തിക്കൊണ്ടാണ് ഇന്ദ്രജിത്ത് തിരിച്ചു വരുന്നത്. ലങ്കയിലേക്ക് പോയിട്ട് തിരിച്ച് പടിഞ്ഞാറേ ഗോപുരം വഴി തന്റെ തേരിൽ ഒരു മായാ സീതയുടെ രൂപത്തെ ഇരുത്തിക്കൊണ്ടാണ് വരുന്നത്. അത് കണ്ടിട്ട് ഹനുമാൻ സ്വാമി ആകെ പരിഭ്രമിച്ചു പോയി. കാരണം പടിഞ്ഞാറേ ഗോപുര വാതിൽക്കലുള്ളത് ഹനുമാൻ സ്വാമിയാണ്. ആ പടിഞ്ഞാറേ ഗോപുരത്തിന്റെ വാതിലിലൂടെയാണ് തന്റെ തേരിൽ മായാ സീതാരൂപത്തെ ഇരുത്തിക്കൊണ്ട് ഇന്ദ്രജിത്ത് വരുന്നത്. അത് കണ്ട് ഹനുമാൻ സ്വാമി ആകെ പരിഭ്രമിച്ചു. വാനരന്മാരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇന്ദ്രജിത്ത് സീതാദേവിയുടെ ശിരസ് വെട്ടേറ്റ മായാസീത അയ്യോ വിഭോ രാമചന്ദ്ര രാമചന്ദ്ര എന്ന് നിലവിളിച്ചുകൊണ്ട് ഭൂമിയിൽ വീഴുന്നത് കാണുന്നു. ധാരാളം രക്തം ഭൂമിയിൽ പരന്നൊഴുകി. സാക്ഷാൽ സീതാദേവിയെ തന്നെയാണ് ഇന്ദ്രജിത്ത് ഇപ്രകാരം കൊന്നത് എന്ന് ഹനുമാൻ സ്വാമി പോലും വിശ്വസിച്ചു. ഇനി എന്തിനാണ് യുദ്ധം? ഇനി ഇതിനേക്കാൾ വലിയ മറ്റൊരു ആപത്ത് നമുക്ക് എന്താണ് വരാനുള്ളത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ സങ്കട വാർത്ത നമുക്ക് ഭഗവാനോട് അറിയിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ദുഃഖത്തോടു കൂടിയിട്ട് ഹനുമാൻ സ്വാമിയും സൈന്യവും തിരിച്ച് രാമന്റെ സമീപത്തേക്ക് മടങ്ങുകയാണ്. എന്ന് പറഞ്ഞ് മറ്റുള്ളവരോടൊപ്പം അവർ നടക്കുന്ന സമയത്ത് ദുഃഖിതനായി ഹനുമാൻ വരുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ഭഗവാന് എന്തോ ഒരു സംശയം തോന്നുന്നു. അദ്ദേഹം ജാംബവാനെ വിളിച്ചിട്ട് പറയുന്നു, ഹേ ബ്രഹ്മനന്ദന, ഹനുമാൻ തിരിച്ചു പോരുന്നത് എന്തുകൊണ്ടായിരിക്കും? സാധാരണഗതിയിൽ അവൻ യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചു വരാറില്ല. മാരുതനന്ദനൻ ചൊല്ലുന്നത് കേട്ട് മാരുതി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. അവൻ ഒരു യുദ്ധമുഖത്ത് പുറംതിരിഞ്ഞു വരാറില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് എന്ന് അലയോ ജാംബവാനെ ഒന്ന് അന്വേഷിക്കൂ. നീ കൂടെ അങ്ങ് ചെന്നീടുക സത്വരം. നീ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ചെല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാംബവാനെ പറഞ്ഞയക്കുകയാണ്. ശ്രീരാമന്റെ നിർദ്ദേശമനുസരിച്ച് ജാംബവാൻ ഹനുമാൻ സ്വാമിയുടെ സമീപത്തേക്ക് പോകുന്നു. എന്നിട്ട് ചോദിക്കുന്നു, എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ, ബന്ധം എന്തെങ്ങോട്ട് തന്നെ നടക്ക നീ. എന്താണ് ഹനുമാനെ നീ യുദ്ധമുഖത്ത് നിന്ന് തിരിച്ചു വരുന്നത്? അങ്ങോട്ട് തന്നെ തിരിച്ചു നടക്കൂ എന്ന് പറയുന്നു. അതിന് മറുപടിയായിട്ട് ഹനുമാൻ സ്വാമി പറയുന്നു, നിന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഹനുമാൻ സ്വാമി പറയുന്നു, ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ട് ഇതിപ്പോഴേ ചെന്ന് ജഗൽ സ്വാമിയോട് ഉണർത്തിക്കണം. ഞാൻ യുദ്ധത്തിൽ ഭയപ്പെട്ട് തിരിച്ചു വരുന്നതല്ല. ഒരു വിശേഷം, ഒരു വൃത്താന്തം എനിക്ക് ഭഗവാനോട് അറിയിക്കുവാനുണ്ട്. ഓരിക നീയും ഇങ്ങോട്ട്, നീയും എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ജാംബവാനെയും കൂട്ടിയിട്ട് ഹനുമാൻ സ്വാമി ശ്രീരാമന്റെ സമീപത്തേക്ക് എത്തിച്ചേരുന്നു. ചെന്നു തൊഴുതുണർത്തിച്ചതു മൈഥിലി തന്നോടെ നാശവൃത്താന്തം പേരുമേ. എന്നിട്ട് ശ്രീരാമന്റെ സമീപത്തെത്തിയിട്ട് താൻ കണ്ട കാഴ്ച, സീതാദേവിയുടെ ആ നാശത്തിന്റെ വാർത്ത, സീതാദേവിയുടെ ആ ഒരു ദുര്യോഗത്തിന്റെ വാർത്ത ശ്രീരാമനോട് അറിയിക്കുന്നു. അത് കേട്ട സമയത്ത് ശ്രീരാമൻ ഭൂമിയിൽ മോഹാലസ്യപ്പെട്ട് വീണു. ഉടനെ തന്നെ ലക്ഷ്മണൻ ശ്രീരാമന്റെ ശിരസ്സെടുത്ത് തന്റെ മടിയിൽ വെച്ചു. ഹനുമാൻ സ്വാമി ആവട്ടെ ശ്രീരാമന്റെ പാദങ്ങൾ തന്റെ മടിയിൽ വെച്ചു. ആ കാഴ്ച കണ്ട് വാനരന്മാരൊക്കെ നിശ്ചലരായി പോയി. എല്ലാവരും ദുഃഖത്തോടു കൂടി നിൽക്കുന്നു. ലക്ഷ്മണൻ സാന്ത്വന വാക്കുകൾ കൊണ്ട് ശ്രീരാമനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്രകാരമുള്ള ആ ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം, അവിടെയുള്ള ശബ്ദകോലാഹലങ്ങൾ, ആ ഘോഷമെല്ലാം ദൂരെ നിന്ന് കേട്ട വിഭീഷണൻ വേഗത്തിൽ അങ്ങോട്ട് വന്നു. എന്നിട്ട് കാര്യം ചോദിച്ച സമയത്ത് ലക്ഷ്മണൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ട സമയത്ത് കൈയിണ കൊട്ടി ചിരിച്ചു വിഭീഷണൻ കൈ കൊട്ടി പൊട്ടിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, അയ്യോ കുരങ്ങന്മാർ എന്തറിഞ്ഞു വിഭോ. ഈ കുരങ്ങന്മാർക്ക് എന്താണ് അറിയുക? അവരിത്രയ്ക്ക് മണ്ടന്മാരാണോ? ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാ. ലോകേശ്വരിയായിട്ടുള്ള ഈ സീതാദേവിയെ വധിക്കുവാൻ ഈ ലോകത്ത്, ഈ 3 ലോകത്തിലും ആർക്കും തന്നെ സാധിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് ആ ഇന്ദ്രജിത്ത് കാണിച്ചിരിക്കുന്ന ഒരു മായാജാലമാണ്. അവൻ തന്റെ തേരിൽ കൊണ്ടുവന്നിരിക്കുന്നത് മായാസീതയെയാണ്. നിങ്ങളുടെ മനോധൈര്യത്തെ തകർത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു വേല മാത്രമാണത്. അതുകൊണ്ടല്ലയോ പ്രഭു രാമചന്ദ്ര, എത്രയും വേഗം പോയിട്ട് അവനെ
തടയേണ്ടതുണ്ട്. കാരണം അവൻ ഇപ്രകാരത്തിലൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് അവൻ ഈ യുദ്ധത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ശത്രുക്കളുടെ ഉപദ്രവം കൂടാതെ ഒരു ഹോമം നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രജിത്ത് ഈ വിദ്യ കാണിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം ഈ ദുഃഖത്തിൽ മുഴുകി നിൽക്കുന്ന സമയത്ത് അവന് ശത്രുജയം വരുത്തുന്നതിന് വേണ്ടിയിട്ടൊരു ഹോമം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇന്ദ്രജിത്ത് ഇപ്രകാരം മായ കൊണ്ട് ഒരു വിദ്യ ഒപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ലയോ പ്രഭു രാമചന്ദ്ര ആലസ്യം വിട്ട് എഴുന്നേൽക്കുക. അവന്റെ ഹോമം മുടക്കിയിട്ടില്ല എങ്കിൽ അവനെ മേലിൽ ആർക്കും വധിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ഹോമത്തെ മുടക്കുവാൻ വേണ്ടി വേണ്ടതെല്ലാം ചെയ്യണം. ഇന്ദ്രജിത്തിനെ വധിക്കാൻ വേണ്ടിയിട്ട് അടിയനെയും വാനരന്മാരെയും കൂട്ടി ലക്ഷ്മണകുമാരനെ അല്ലയോ പ്രഭു രാമചന്ദ്ര അങ്ങ് നിയോഗിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ ശ്രീരാമനെ നമസ്കരിക്കുന്നു. യാഥാർത്ഥ്യം മനസ്സിലായ ശ്രീരാമൻ സന്തോഷത്തോടു കൂടിയിട്ട് വിഭീഷണന്റെ അഭിപ്രായ പ്രകാരം ഇന്ദ്രജിത്തിനെ വധിച്ചു വരുവാൻ വേണ്ടി ലക്ഷ്മണനെ അനുഗ്രഹിച്ചയക്കുന്നു. ശ്രീരാമന്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണനും വിഭീഷണനും നീലൻ, നളൻ, അങ്കദൻ, ഹനുമാൻ മുതലായിട്ടുള്ള വാനര ശ്രേഷ്ഠന്മാരോടുകൂടി നികുംബലയിലേക്ക് പ്രവേശിച്ചു. രാക്ഷസന്മാരെ ചുറ്റും കാവൽ നിർത്തിയിട്ടാണ് ഇന്ദ്രജിത്ത് ഹോമം തുടങ്ങിയിട്ടുള്ളത്. ആ രാക്ഷസന്മാരെ എല്ലാം വധിക്കാൻ വേണ്ടിയിട്ട് വാനരന്മാർ വൃക്ഷങ്ങളും മലകളും പാറകളും ഒക്കെ കൊണ്ട് ആ നികുംബലയിലേക്ക് പ്രവേശിച്ച് രാക്ഷസന്മാരെ ആക്രമിച്ചു. ഇന്ദ്രജിത്ത് ഈ സംഭവം കണ്ടിട്ട് തൻ്റെ ശത്രുക്കളെ അകറ്റിയാലല്ലാതെ ഹോമം നടത്തുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആയുധപാണിയായി എഴുന്നേറ്റ് ചെന്ന് ഹനുമാനോട് ഏറ്റുമുട്ടി. അത് കണ്ട് വിഭീഷണൻ ലക്ഷ്മണനോട് പറയുന്നു, കുമാര, ഇവന്റെ ഹോമം പൂർത്തീകരിച്ചിട്ടില്ല. ഹോമം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അവിടെ നിന്നും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരവസരമാണ്. അവൻ ഹനുമാനോട് നേരിട്ട് യുദ്ധത്തിന് വന്നത് കണ്ടില്ലേ? അവന്റെ ഹോമം പൂർത്തീകരിക്കുന്നതിന് മുമ്പാണ് അവൻ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഒരു അവസരം എത്രയും പെട്ടെന്ന് ഉപയോഗപ്പെടുത്തണം എന്ന് പറയുകയാണ്. ലക്ഷ്മണൻ അത് കണ്ട് ആയുധ പ്രയോഗം തുടങ്ങി. ഇന്ദ്രജിത്തും ലക്ഷ്മണനെ തടുത്തുകൊണ്ട് ശക്തിയായിട്ട് പൊരുതി. ഈ അവസരത്തിൽ ഹനുമാൻ സ്വാമി ലക്ഷ്മണനെ തോളിലെടുത്തുകൊണ്ട് നിൽക്കുന്നു. ലക്ഷ്മണന്റെ അടുത്ത് വിഭീഷണൻ നിൽക്കുന്നത് കണ്ട് ഇന്ദ്രജിത്ത് വിഭീഷണനോട് പറയുകയാണ്, രാക്ഷസ ജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പൃഥ്വ്യനല്ലോ പിതൃവ്യനല്ലോ മമ കേവലം. രാക്ഷസ ജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. നീ രാക്ഷസ വംശത്തിൽ വന്നു ജനിച്ചതാണെങ്കിലും എൻ്റെ അച്ഛന്റെ അനുജനാണെങ്കിലും നമ്മുടെ കുലത്തിന് നാശം വരുത്തുവാൻ വേണ്ടിയിട്ട് നീ ശത്രുക്കളുടെ കൂടെ കൂടിയിരിക്കുകയാണല്ലോ. നീ ശത്രുക്കൾക്ക് വേണ്ടി ദാസ്യവൃത്തി ചെയ്യുകയാണല്ലോ. കുലദ്രോഹികൾക്ക് ഗതിയില്ല എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് യാതൊരു തരത്തിലും ഗതി കിട്ടുക പോലുമില്ല എന്ന് ഇവിടെ വിഭീഷണനെ നോക്കിക്കൊണ്ട് ഇന്ദ്രജിത്ത് പറയുകയാണ്. അത് കേട്ട് വിഭീഷണൻ തിരിച്ചു പറയുന്നു, ഈ കുലം മുടിക്കുന്നത് നീയും നിൻ പിതാവും അറിയ നീ വംശം മുടിക്കുന്നത് ഇന്നു നീ ഏതുമേ. നമ്മുടെ വംശത്തെ മുടിക്കുന്നത് നീയും നിന്റെ പിതാവുമാണ് എന്ന് നീ മനസ്സിലാക്കുക. സംശയമില്ല വിചാരിക്ക മാനസേ, വംശത്തെ രക്ഷിച്ചുകൊള്ളുവൻ ഇന്നു ഞാൻ. ഈ വംശത്തെ രക്ഷിക്കുന്ന ആള് തീർച്ചയായിട്ടും ഞാനാണ്. അത് ശ്രീരാമന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കതിന് സാധിക്കുകയും ചെയ്യും. നമ്മുടെ വംശത്തെ രക്ഷിക്കുവാൻ നീയും നിന്റെ പിതാവുമാണ് ഈ കുലത്തെ മുടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണികൾ എടുക്കുന്നത് എന്ന് നീ മനസ്സിലാക്കിയാലും എന്ന് പറയുന്നു. വിഭീഷണൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ലക്ഷ്മണൻ ശരവർഷം ചെയ്തു തുടങ്ങി. ഇന്ദ്രജിത്ത് ആ അസ്ത്രങ്ങളെ നിസ്സാരമായിട്ട് മുറിച്ചു തള്ളി. എന്നിട്ട് ലക്ഷ്മണനോട് പറയുന്നു, എൻ്റെ കൈക്കരുത്ത് 2 ദിവസം നീ കണ്ടതല്ലേ, ഇനിയും നീ വീണ്ടും യുദ്ധത്തിന് വരികയാണോ? നിന്റെ ശരീരം ഞാൻ ജന്തുക്കൾക്ക് ഭക്ഷണമാക്കി മാറ്റുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് 7 ബാണങ്ങൾ കൊണ്ട് ലക്ഷ്മണന്റെ ശരീരം കീറിപ്പിളർന്നു. ഹനുമാനെയും വിഭീഷണനെയും എന്നുവേണ്ട വാനര സൈന്യത്തെ മുഴുവൻ ഇന്ദ്രജിത്ത് മുറിപ്പെടുത്തുകയാണ്. സഹികെട്ട് അവർ പിൻവാങ്ങാൻ തുടങ്ങിയ സമയത്ത് ലക്ഷ്മണൻ മഴ പൊഴിയും പോലെ ഇന്ദ്രജിത്തിന്റെ ശരീരത്തിലേക്ക് ബാണം പൊഴിച്ചു. അവയെല്ലാം ഇന്ദ്രജിത്ത് മുറിച്ചിട്ടു. ഇന്ദ്രജിത്ത് 1000 അമ്പുകൾ കൊണ്ട് ലക്ഷ്മണന്റെ പടച്ചട്ട നുറുക്കിയിട്ടു. ക്രുദ്ധനായ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ തേരും കുതിരയും കൊടിയും വില്ലുമെല്ലാം നുറുക്കിക്കളഞ്ഞു. തേരാളിയെയും കൊന്നു. ഇന്ദ്രജിത്ത് ഉടനെ തന്നെ ലങ്കയിൽ ചെന്ന് മറ്റൊരു തേര് കൊണ്ട് വരികയും യുദ്ധക്കളത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അവൻ പോയതും വന്നതും ലക്ഷ്മണൻ പോലും അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഇത് കണ്ട നാരദ മഹർഷി ഇന്ദ്രജിത്തിനെ പ്രശംസിക്കുന്നു. കാരണം ആ ഒരു നിമിഷാർദ്ധം കൊണ്ട് തന്നെ ലങ്കയിൽ എത്തി പുതിയ തേരുകൊണ്ട് തിരിച്ചു വന്ന് യുദ്ധത്തിനെത്തുന്ന ആ ഒരു സാമർഥ്യം, അത്രയും സാമർഥ്യം ഇന്ദ്രജിത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാദി ദേവകൾ പോലും ഇന്ദ്രജിത്തിനെ പുകഴ്ത്തുന്നു. നാരദ മഹർഷി ഇന്ദ്രജിത്തിനെ പുകഴ്ത്തുന്നു.
പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ള യുദ്ധം മുമ്പുണ്ടായിട്ട് പോലുമില്ല എന്ന് ബ്രഹ്മാദി ദേവകൾ പറയുന്നു. അവർ അഭിപ്രായപ്പെടുന്നു. ഇവരെ പോലെ വീരപുരുഷന്മാർ ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഇങ്ങനെ പലരും പ്രശംസിച്ച് നിൽക്കുന്നതിനിടയിൽ ഏതാണ്ട് 3 ദിവസം കടന്നുപോയി എന്ന് പറയുന്നു. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു. 3 ദിവസം കടന്നുപോയി. ആ സമയത്ത് ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനെ മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ട് ഇന്ദ്രാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് ഇന്ദ്രജിത്തിന്റെ കണ്ഠം മുറിച്ചു. ആ ബാണം സമുദ്രജലത്തിൽ പോയി സ്വയമേവ തന്നെ ശുദ്ധീകരിക്കപ്പെട്ട് ചോര കഴുകി മടങ്ങി വന്ന് ലക്ഷ്മണന്റെ പൂണിയിൽ വന്ന് വീണു. ഇന്ദ്രജിത്തിന്റെ ശരീരം യുദ്ധക്കളത്തിൽ വന്ന് വീണു. ദേവന്മാർ സന്തുഷ്ടരായി ലക്ഷ്മണനെ സ്തുതിച്ചു. അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. ഇന്ദ്രന്റെ 1000 കണ്ണുകൾ തിളങ്ങി. പെരുമ്പറനാദം മുഴങ്ങി. ബ്രഹ്മാദികളായിട്ടുള്ള ദേവന്മാരും താപസന്മാരും എല്ലാവരും ആനന്ദിച്ചു. ലക്ഷ്മണൻ ഞാണല് മുഴക്കിക്കൊണ്ട്, ശംഖനാദം മുഴക്കിക്കൊണ്ട്, സിംഹനാദം ചെയ്തുകൊണ്ട് വാനര സൈന്യത്തോടൊപ്പം ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഭഗവാൻ ലക്ഷ്മണനെ മുറുകെ തഴുകിക്കൊണ്ട് പറയുന്നു, ലക്ഷ്മണ, വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് നീ ഇപ്പോൾ ചെയ്തു തീർത്തിട്ടുള്ളത്. ഇന്ദ്രജിത്ത് മരിച്ചു എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് രാവണൻ തന്നെ മരിച്ചു എന്നാണ്. പുത്രശോകം കൊണ്ട് ദുഃഖിതനായിട്ടുള്ള രാവണൻ ഉടനെ തന്നെ നമ്മോട് യുദ്ധത്തിന് വരും എന്നും തീർച്ചയായിട്ടും നമ്മൾ കരുതിക്കൊള്ളണമെന്ന് പറയുന്നു. അപ്രകാരം പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണന്റെ അവസ്ഥ പിന്നെ വർണ്ണിക്കുകയാണ്. പുത്രൻ മരിച്ചത് കേട്ടൊരു രാവണൻ വീണത് ഭൂമിയിൽ മോഹം കലർന്ന് ഹാ ഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാ ഹാ സുകുമാര വീര മനോഹര, മൽ കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവത്, ദുഃഖം ഇതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ തുടങ്ങിയിട്ട് തന്റെ മകൻ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം അച്ഛൻ എങ്ങനെയാണോ വേദന ഉണ്ടാകുന്നത് അതേ പ്രകാരത്തിൽ ഇവിടെ രാവണൻ വിലപിക്കുകയാണ്. രാവണൻ പറയുന്നു, വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായതു. ഈ ലോകത്തുള്ള ദേവന്മാർക്കും ബ്രാഹ്മണന്മാർക്കും മുനിമാർക്കും ഒക്കെ ഇപ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. നമ്മയും പേടിയില്ലാർക്കും, നമ്മോട് ഇപ്പൊ ആർക്കും തന്നെ ഭയം പോലുമില്ല. എന്റെ ജന്മവും നിഷ്ഫലമായി വന്നിത് ഈശ്വര. രാവണൻ എന്നുള്ള ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഭയപ്പെട്ടിരുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ എന്നോട് യാതൊരു ഭയവുമില്ല, എന്റെ ജന്മവും നിഷ്ഫലമായി വന്നു എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് പുത്രശോകം കൊണ്ട് കരഞ്ഞുകൊണ്ട് രാവണൻ പറയുകയാണ്, എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നുടെ കാരണം എന്നതുകൊണ്ട് ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലമേ. ജാനകി കാരണമാണ് എന്റെ മകൻ മരിച്ചത് എന്നുള്ളത് കൊണ്ട് അവളെ കൊന്ന് ചോര കുടിക്കുകയല്ലാതെ എന്റെ ദുഃഖം അടങ്ങുന്നതിന് യാതൊരു മാർഗവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗഡ്ഗവും മോങ്ങി ചിരിച്ച് തന്റെ വാൾ ഉയർത്തിക്കൊണ്ട് ചിരിച്ച് സീതാദേവിയുടെ സമീപത്തേക്ക് പോവുകയാണ്. സീതയും ദുഷ്ടനാം രാവണനെ കണ്ട് ഭീതയായി എത്രയും വേപതുകാതറിയായി. ദുഷ്ടനായ രാവണനെ കണ്ട് സീതാദേവിയും ദുഃഖിച്ച് ഹാ രാമ രാമ രാമേ എന്ന് ജപത്തോടു കൂടിയിട്ട് രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ബുദ്ധിമാനും നീതിജ്ഞനുമായ സുദർശൻ എന്ന രാക്ഷസ ശ്രേഷ്ഠൻ രാവണനെ തടുത്തു നിർത്തിയിട്ട് സ്നേഹത്തോടുകൂടി സാന്ത്വന വാക്കുകൾ പറയുകയാണ്. അല്ലയോ പ്രഭു, അങ്ങ് ബ്രഹ്മകുലത്തിൽ ജനിച്ചവനാണ്, 3 ലോകത്തിലും കീർത്തിമാനാണ്, സമ്മതനായിട്ടുള്ള വിശിഷ്ട വ്യക്തിയാണ്. അങ്ങയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുവാൻ 1000 നാവുള്ള അനന്തന് പോലും സാധ്യമല്ല. ശിവഭക്തന്മാരിൽ അങ്ങ് ഏറ്റവും പ്രമുഖനാണ്. പുലസ്ത്യ മഹർഷിയുടെ പുത്രനും കുബേരന്റെ സഹോദരനുമായിട്ടുള്ള അങ്ങ് എല്ലാ വേദങ്ങളെ കുറിച്ചും അറിവുള്ളവനാണ്, എല്ലാ വിദ്യകളുടെ ഇരിപ്പിടമാണ്. എന്നിട്ടും അങ്ങ് ഒരു സ്ത്രീയെ വധിക്കുവാൻ തയ്യാറായത് ഒട്ടും ശരിയായിട്ടില്ല. അല്ലയോ രാക്ഷസപ്രവര, അങ്ങ് എന്നോടൊപ്പം യുദ്ധത്തിന് തയ്യാറാകൂ. രാമലക്ഷ്മണന്മാരെയും വാനര സൈന്യത്തെയും വധിച്ച് ജാനകിയെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും എന്ന് പറയുന്നു. സുദർശന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ രാവണൻ മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് ശേഷിച്ച രാക്ഷസന്മാരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. രാക്ഷസ സൈന്യം രാമനോട് ഏറ്റുമുട്ടി. രാമൻ അവരെ എല്ലാവരെയും തന്നെ കൊന്നൊടുക്കി. രാവണൻ നിർഭയനായിട്ട് രാമനോട് പൊരുതുകയാണ്. രാമബാണങ്ങളേറ്റ് രാവണ ശരീരം കീറി മുറിഞ്ഞു. ക്ഷീണിതനായ രാവണൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു. ഭയം കൊണ്ടും നിരാശ കൊണ്ടും ലജ്ജ കൊണ്ടും ഇനി യുദ്ധമേ വേണ്ട എന്നുള്ള തീരുമാനത്തോടുകൂടി ചിന്തയോടുകൂടിയിട്ട് ഭീരുവായി രാവണൻ ലങ്കയിലേക്ക് പ്രവേശിക്കുന്നു. ശത്രുജയത്തിന് യാതൊരു മാർഗവും കാണാതെ ദുഃഖിതനായ രാവണൻ കുലഗുരുവായ ശുക്ര മഹർഷിയെ ചെന്ന് കാണുകയാണ്. കുലഗുരുവിനെ വന്ദിച്ചുകൊണ്ട് രാവണൻ പറയുന്നു, ഗുരു, സുഗ്രീവൻ മുതലായിട്ടുള്ള വാനരപ്രവരന്മാരും ശ്രീരാമാദികളും
ഇവിടെ എത്തിച്ചേർന്ന് സർവനാശവും വരുത്തിയിരിക്കുകയാണ്. യുദ്ധത്തിൽ കുംഭകർണൻ, ഇന്ദ്രജിത്ത് തുടങ്ങിയിട്ടുള്ള രാക്ഷസ വീരന്മാരെല്ലാവരും തന്നെ വധിക്കപ്പെട്ടു. ഞാനിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ആകപ്പാടെ ദുഃഖിതനാണ്. ഞാൻ അങ്ങയുടെ ശിഷ്യനാണല്ലോ, അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയുന്നു. വിജ്ഞാനിയായ രാവണന്റെ വാക്കുകൾ കേട്ട ശുക്രമഹർഷി വാത്സല്യപൂർവ്വം പറയുകയാണ്, അല്ലയോ മകനെ, നിനക്ക് ശത്രുക്കളെ ജയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അഗ്നി, വായു മുതലായ പ്രപഞ്ച ദേവതകളെ പ്രസാദിപ്പിക്കുക തന്നെ വേണം. അതിന് രഹസ്യമായിട്ട് എവിടെയെങ്കിലും ഒരു ഗുഹയുണ്ടാക്കിയിട്ട് ആരും അറിയാതെ ഗൂഢമായി അവിടെ ഹോമം നടത്തണം. മന്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ച് നൽകാം. തടസ്സം കൂടാതെ ഹോമം പൂർത്തീകരിക്കുകയാണ് എങ്കിൽ നിനക്ക് വിജയമുണ്ടാവുക തന്നെ ചെയ്യും. അഗ്നികുണ്ഡത്തിൽ നിന്ന് നിനക്ക് വേണ്ടതായിട്ടുള്ള അമ്പ്, വില്ല്, ആവനാഴി, തേര് തുടങ്ങിയവ, നിന്നെ ജയിപ്പിക്കുവാൻ കാരണമാകുന്ന എല്ലാവിധ ആയുധങ്ങളും നിനക്ക് ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് ലഭിക്കും. ആ ലഭിക്കുന്ന ആയുധങ്ങളോട് കൂടിയിട്ട് നീ രാമനോട് യുദ്ധത്തിന് പുറപ്പെടുകയാണ് എങ്കിൽ നിനക്ക് വിജയം സംഭവിക്കും. നിന്നെ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മന്ത്രം സ്വീകരിച്ച് നീ ഹോമത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന് ഇവിടെ കുലഗുരു രാവണനെ ഉപദേശിക്കുന്നു. ശുക്രമഹർഷിയിൽ നിന്ന് മൂലമന്ത്രം ഗ്രഹിച്ച രാവണൻ തൻ്റെ മണിമന്ദിരത്തിനകത്ത് തന്നെ ആരും അറിയാതെ ഒരു ഗുഹ നിർമ്മിച്ച് ആ ഗുഹയ്ക്കകത്ത് ഹോമദ്രവ്യങ്ങളെല്ലാം ഒരുക്കി ഹവനം ആരംഭിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ശത്രുവിൻ്റെ മേലെയുള്ള വിജയമാണ് ഇവിടെ ഹോമസങ്കല്പമായിട്ട് രാവണൻ സങ്കല്പിച്ചിട്ടുള്ളത്. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രന് കാട്ടിക്കൊടുത്തിടിനാൻ. ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്ന പുകപടലം കണ്ടിട്ട് വിഭീഷണൻ ശ്രീരാമനോട് പറയുന്നു, പ്രഭോ, രാവണനിതാ വിശേഷമായിട്ടുള്ള ഹോമം തുടങ്ങിയിട്ടുണ്ട്. ആകാശത്തേക്ക് ഉയർന്ന് പൊങ്ങുന്ന ആ പുകപടലം അങ്ങ് കണ്ടില്ലേ? ആ ഹോമം യാതൊരു തടസ്സവും കൂടാതെ രാവണൻ പൂർത്തീകരിക്കുകയാണ് എങ്കിൽ അവനെ നമുക്കാർക്കും തന്നെ ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഹോമം മുടക്കാനായിട്ട് വീരന്മാരായിട്ടുള്ള ഈ വാനരന്മാരെ എത്രയും പെട്ടെന്ന് അങ്ങ് നിയോഗിച്ചാലും എന്ന് പറയുന്നു. വിഭീഷണന്റെ വാക്കുകൾ കേട്ടയുടനെ ഭഗവാനും സുഗ്രീവനും കാര്യഗൗരവം മനസ്സിലായി. അവർ ഹോമം മുടക്കുന്നതിന് വേണ്ടിയിട്ട് വാനരന്മാരെ പറഞ്ഞയച്ചു. വാനരന്മാർ മതിലുകൾ ചാടിക്കടന്ന് കൊട്ടാരം, കാവൽക്കാരെ എല്ലാം വധിച്ചുകൊണ്ട് ആന, തേര്, കുതിര തുടങ്ങിയവയൊക്കെ തന്നെ തകർത്ത് പൊട്ടിച്ചുകൊണ്ട് ഹോമം നടക്കുന്ന സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് സരമ കൈയടയാളം കൊണ്ട് എവിടെയാണ് ഹോമം നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഹോമം നടക്കുന്ന സ്ഥലം അവർക്ക് മനസ്സിലാവുകയും ആ ഹോമ നടക്കുന്ന ഗുഹയുടെ ദ്വാരം ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു. അംഗദൻ ആ കല്ല് തകർത്ത് എല്ലാവരും ആ ഗുഹയുടെ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ കണ്ണുമടച്ച് ജപിച്ചു കൊണ്ടിരിക്കുന്ന രാവണനെയാണ് ഇവർ കാണുന്നത്. അംഗദന്റെ നിർദ്ദേശപ്രകാരം മറ്റുള്ള വാനരന്മാരും എല്ലാവരും ഗുഹയ്ക്കകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് രാവണന്റെ ഹോമം മുടക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. അവരവർക്ക് തോന്നിയതെല്ലാം അവർ ചെയ്തു. രാവണനെ തല്ലി, ഭൃത്യന്മാരെ വകവരുത്തി, സംഭാരങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഹോമകുണ്ഡത്തിന്റെ അകത്തേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ എന്തെല്ലാമാണോ അവിടെ കാട്ടിക്കൂട്ടാൻ സാധിക്കുക അതെല്ലാം തന്നെ ആ വാനരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹനുമാൻ രാവണന്റെ കയ്യിലിരുന്ന സ്രുവം, നെയ്യ് കോരിയെടുക്കുന്ന ചെറിയ ഒരു തവിയുണ്ട്. ആ തവിയാണ് സ്രുവം. അത് എടുത്തുകൊണ്ട് പിടിച്ചുപറിച്ച്, രാവണന്റെ കയ്യിൽ നിന്നത് പിടിച്ചുപറിച്ച് അതുകൊണ്ട് തല്ലുവാനും കടിച്ചും മാന്തിയും രാവണന്റെ ദേഹമാകെ മുറിപ്പെടുത്തി. എന്നിട്ടും ശത്രുക്കളെ നശിപ്പിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് തൻ്റെ തപസ്സിന്, തൻ്റെ ഈ ഹോമത്തിന് മുടക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് രാവണൻ അതെല്ലാം സഹിച്ചുകൊണ്ട് ഇളകാതെ ധ്യാനം ഉറപ്പിച്ചിരുന്നു. ആ സമയത്ത് വാനരന്മാർ മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് മണ്ഡോദരിയെ പിടിച്ച്, രാവണന്റെ പത്നിയായ മണ്ഡോദരിയെ പിടിച്ച് അവളുടെ ആഭരണങ്ങളെല്ലാം പൊട്ടിച്ചെറിച്ച് പ്രഹരിക്കാൻ തുടങ്ങി. ആ സമയത്ത് മണ്ഡോദരി ഉച്ചത്തിൽ അലറിക്കരയാൻ തുടങ്ങി. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്ത് ദുഷ്കൃതം ചെയ്തതു ദൈവമേ! ഈ കുരങ്ങന്മാരുടെ തല്ലുകൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര? അല്ലയോ രാവണ, നിനക്ക് യാതൊരു നാണവും തോന്നുന്നില്ലേ? മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ, നിന്നുടെ മുമ്പിലിട്ടാശ് കപിവരർ എന്നെ തലമുടി ചുറ്റി പിടിപെട്ട് പാരിലിഴയ്ക്കുന്നതും കണ്ട്. നിന്റെ ഭാര്യയെ നിന്റെ മുമ്പിലിട്ട് കുരങ്ങന്മാർ
തലമുടി ചുറ്റിപ്പിടിച്ചിട്ട് ഇപ്രകാരത്തിൽ അപമാനിക്കുന്നതും തല്ലുന്നതും കണ്ടിട്ട് നിനക്ക് യാതൊരു നാണവും തോന്നുന്നില്ലേ? പുരുഷന്റെ ധനം സ്ത്രീയാണെന്ന് ശാസ്ത്രമുണ്ട്. ഒരേ പരിഭവം ഓർക്കിൽ ജലമത, എന്തിനായിക്കൊണ്ട് നിൻ ധ്യാനവും ഹോമവും, നിന്റെ ഈ ധ്യാനവും ഹോമവും ഒക്കെ ഇപ്രകാരത്തിൽ നിന്റെ ഭാര്യയെ നിന്റെ മുമ്പിലിട്ട് ഇത്രത്തോളം ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും അതിനെ പ്രതികരിക്കാതിരിക്കുന്ന നിനക്ക് ഈ നിന്റെ ധ്യാനവും ഹോമവും ഒക്കെ എന്തിനാണ് എന്ന് നീ ചിന്തിക്കൂ. അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്ന് അവളെ പിടിച്ച് എത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ. ഒരു പുരുഷന്റെ ധനം എന്ന് പറയുന്നത് സ്ത്രീയാണ്. അങ്ങനെ ഇരിക്കെ അവളെ നിന്റെ മുമ്പിലിട്ട്, ആ പുരുഷന്റെ മുമ്പിലിട്ടിട്ട് ശത്രുക്കൾ ഇപ്രകാരം ദ്രോഹിക്കുന്നത് കണ്ടിട്ട് അതും കണ്ട് മിണ്ടാതിരിക്കുന്ന നിന്റെ ഈ പ്രവൃത്തി വളരെ വളരെ മോശമാണ്. ജീവിതത്തോടുള്ള നിന്റെ ആശ വളരെ വലുതാണെന്ന് മനസ്സിലായി. പ്രാണഭയം കൊണ്ട് നാണവും പത്നിയും പോലും നിനക്ക് വേണ്ടാതായോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മണ്ഡോദരി രാവണനെ കുത്തുവാക്കുകൾ പറഞ്ഞ് തന്റെ വേദന പറഞ്ഞ് രാവണനെ ബോധിപ്പിക്കുകയാണ്. പ്രകാരം മണ്ഡോദരിയുടെ ദയനീയമായിട്ട് വിലാപങ്ങൾ കേട്ട് അവിടെ ഇരിക്കാൻ സാധിക്കാതെ രാവണൻ വാളുമായിട്ട് ചാടി എഴുന്നേറ്റ് അംഗദന്റെ നേരെ അടുത്തു. ആ സമയത്ത് അവരുടെ കാര്യം സാധിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട്, കാരണം രാവണന്റെ ഹോമവും തപസ്സും ഇളക്കുക എന്നത് മാത്രമാണ് മർക്കടന്മാരുടെ ആവശ്യം. അതുകൊണ്ട് അവരുടെ ലക്ഷ്യം നടന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഉടനെ മണ്ഡോദരിയെ വിട്ടിട്ട് വാനരന്മാർ എല്ലാവരും തിരിച്ച് ശ്രീരാമന്റെ സമീപത്തേക്ക് ഓടിയെത്തി. രാവണന്റെ ഹോമം മുടക്കിയ വിവരം അറിയിച്ചു. വാനരന്മാരുടെ ശല്യം ഒഴിഞ്ഞപ്പോൾ രാവണൻ മണ്ഡോദരിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, നാഥേ, ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൽ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിരണം. ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. അല്ലയോ പത്നി, അല്ലയോ പ്രിയേ, എല്ലാം ഈശ്വരേച്ഛയാണ് എന്ന് നീ മനസ്സിലാക്കൂ. ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് കൽപ്പിച്ചതൊക്കെ അനുഭവിച്ചു തീർക്കണമെന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വിധി ഇങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് ആത്മജ്ഞാനമുള്ളവർക്ക് ദുഃഖത്തിന് അവകാശമില്ല. ദുഃഖം ജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണ്, അത് അജ്ഞാനം കൊണ്ട് ഉണ്ടാകുന്നതാണ് തുടങ്ങി രാവണൻ വിശദമായിട്ടുള്ള ഒരു തത്വോപദേശം മണ്ഡോദരിയോട് നൽകുകയാണ്. നശ്വരമായിട്ടുള്ള ശരീരാദികളിൽ നശിച്ചു പോകുന്ന ഈ ശരീരാദികളിലുള്ള മോഹം ഒഴിവാക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നിത്യമായിട്ട് നിലനിൽക്കുന്നത് സത്യസ്വരൂപനായ പരമാത്മാവ് മാത്രമാണ്. ഈ സത്യം നീ മനസ്സിലാക്കിയിട്ട് നിന്റെ മനോദുഃഖത്തെ ഒഴിവാക്കുക, ദേഹാഭിമാനം ഉപേക്ഷിക്കുക. ഞാനിതാ രാമനോട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ശ്രീരാമ ലക്ഷ്മണന്മാരെയും വാനരന്മാരെയും വധിച്ച് ഞാൻ തിരികെ വരും. അതല്ലെങ്കിൽ രാമബാണമേറ്റ് ഞാൻ മുക്തിയെ പ്രാപിക്കുകയും ചെയ്യും. ഇനി അഥവാ ഒരുപക്ഷെ രാമൻ എന്നെ വധിക്കുകയാണ് എങ്കിൽ, അല്ലയോ മണ്ഡോദരി, നീ ഉടനെ തന്നെ സീതയെ കൊന്നിട്ട് എന്റെ ചിതയിൽ പ്രവേശിച്ച് നീയും മോക്ഷം പ്രാപിക്കണം. ഇപ്രകാരം മണ്ഡോദരിയെ പറഞ്ഞേൽപ്പിക്കുന്നു. ഇത് കേട്ട് പരിഭ്രാന്തയായ മണ്ഡോദരി രാവണനോട് പറയുന്നു, രാഘവനെ ജയിപ്പാൻ അരുതാർക്കുമേ ലോകത്രയത്തിങ്കൽ എന്നു ധരിക്ക നീ. ഈ ശ്രീരാമനോട് യുദ്ധം ചെയ്യുവാൻ നീ പോകുന്നത്, അല്ലയോ പ്രിയതമാ, ഒന്നും ആലോചിക്കൂ. രാമനോട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന വ്യാമോഹം നിനക്ക് വേണ്ട. രാമൻ മനുഷ്യനല്ല, ലോകേശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീനാരായണൻ തന്നെയാണ് ശ്രീരാമൻ എന്ന് അങ്ങേക്ക് അറിയാത്തതാണോ? മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരം അനുഷ്ഠിച്ച് വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും. മത്സ്യാവതാരം പൂണ്ട കാര്യം പറയുന്നു. ആ നാരായണൻ മത്സ്യാവതാരം പൂണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് മത്സ്യമായിട്ട് അവതരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. രാജീവലോചനൻ മുന്നം 1,00,000 യോജന വിസ്തൃതമായ ഒരു കൂർമ്മമായി ക്ഷീരസമുദ്ര മദനകാലേ പുര ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും മത്സ്യമായിട്ടും അതുപോലെ കൂർമ്മമായിട്ടും അവതരിച്ചത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്ന് മന്നിടം തേറ്റമേൽ വെച്ച് പൊങ്ങിച്ചതും മത്സ്യവും കൂർമ്മവും വരാഹവും പറയുന്നു. ഘോരനായ ഒരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ട് പിളർന്നതും 3 അടി മണ്ണ് ബലിയോട് യാചിച്ച് മൂലോകവും 3 അടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോർ അസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നി തൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമൻ ഇവൻ തന്നെ. അതായത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ എന്നീ അവതാരങ്ങളൊക്കെ വിവിധ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഇവിടെ അവതരിച്ച സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ള നമ്മോട് യുദ്ധം ചെയ്യുന്ന സാക്ഷാൽ ശ്രീരാമനെന്ന് അല്ലയോ രാവണ അങ്ങ് മനസ്സിലാക്കിയാലും, ഇപ്പോൾ മാർത്താണ്ഡ വംശേ ദശരഥ പുത്രനായി ധാത്രി സുധാവരനാകിയ രാഘവൻ, മാർത്താണ്ഡ വംശത്തിൽ ദശരഥന്റെ മകനായിട്ട് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന രാഘവൻ
നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതും എന്നു ധരിക്ക നീ. നിന്നെ വധിക്കുവാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനായിട്ട് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത് എന്ന് അല്ലയോ രാവണ നീ മനസ്സിലാക്കിയാലും എന്ന് പറയുന്നു. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടുപോന്നു വൃഥ. നമ്മുടെ മകന്റെ മരണത്തിന് വേണ്ടിയിട്ടും കുലത്തിന്റെ നാശത്തിന് വേണ്ടിയിട്ടും ആണ് നീ അവന്റെ ഭാര്യയായ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നീ മനസ്സിലാക്കിയാലും നിർലജ്ജനാകയാൽ മൂഢ ജളപ്രഭു വൈദേഹിയെ കൊടുത്തിയിടുക രാമന് സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. അതുകൊണ്ട് മൂഢത്വം പ്രകടിപ്പിക്കാതെ, മൂഢത്വം കാണിക്കാതെ സീതാദേവിയെ ശ്രീരാമന് തിരിച്ചു കൊടുക്കണം. മാത്രമല്ല നിന്റെ സഹോദരന് വേണ്ടിയിട്ട് അഥവാ വിഭീഷണന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെയും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാം ഇനി കാനനം വാഴുക തപസ്യനായി. കരുണാകരനായ രാമനെ സേവിച്ചുകൊണ്ട് നമുക്ക്, എനിക്കും നിനക്കും, അതായത് ഭാര്യാഭർത്താക്കന്മാരായ നമുക്ക് തപസ്സിന് വേണ്ടിയിട്ട് വനത്തിലേക്ക് പോവുകയും ചെയ്യാം. ഇപ്രകാരം മണ്ഡോദരി വാക്ക് കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാൻ അതു നേരം. മണ്ഡോദരിയുടെ വാക്കുകൾ കേട്ടിട്ട് ഇവിടെ രാവണൻ തിരിച്ചു മറുപടി പറയുന്നു. പുത്രമിത്രാമാത്യ സഹോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. മണ്ഡോദരിയുടെ രാവണൻ പറയുകയാണ്, എൻ്റെ പുത്രന്മാര്, മിത്രങ്ങള്, സുഹൃത്തുക്കള്, അല്ലെങ്കിൽ മന്ത്രിമാര്, ഭൃത്യന്മാര്, സഹോദരന്മാര്, ഇവരെല്ലാവരെയും മൃത്യു വരുത്തി അവരെല്ലാവരെയും മരണത്തിനുള്ള കാരണം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം, അവരെല്ലാം മരിച്ചതിന് ശേഷം ഞാൻ ഏകനായിട്ട് ഒറ്റയ്ക്ക് വനത്തിൽ വസിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ, വിചാരിച്ചതുപോലെയൊന്നും ഇനി കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. രാഘവൻ തന്നോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠ രാജ്യം അനുഭവിച്ചിടുവൻ. അതുകൊണ്ട് ശ്രീരാമനോട് നേരിട്ട് എതിർത്ത് വൈകുണ്ഠരാജ്യം പ്രാപിക്കുക എന്നത് മാത്രമേ എനിക്കിനി കരണീയമായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് എന്ന് പറയുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗം നമ്മളിവിടെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം പ്രധാനമായിട്ട് ചർച്ച ചെയ്ത വിഷയങ്ങളൊന്ന് മേഘനാഥ വധമാണ്. പ്രധാന വിഷയം അതാണ്. ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന രാവണന്റെ മകനായിട്ടുള്ള മേഘനാഥൻ ഏറ്റവും പരാക്രമശാലിയും വിവിധങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളും അതുപോലെ ഒട്ടനവധി അനുഗ്രഹങ്ങളും ഒക്കെ ലഭിച്ചിട്ടുള്ള മേഘനാഥനെ പരാജയപ്പെടുത്തുവാൻ ഈ ലോകത്ത് ആർക്കും തന്നെ സാധ്യമല്ല. അത്രത്തോളം ശ്രേഷ്ഠനാണ്. ആ മേഘനാഥനെ വീണ്ടും ഇതിനു മുമ്പ് ലക്ഷ്മണനെ പരാജയപ്പെടുത്തിയത് നമ്മൾ കണ്ടു. വീണ്ടും ലക്ഷ്മണനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് രാമനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്ന സമയത്ത് ലക്ഷ്മണൻ രാമനോട് പറയുന്നു, അവൻ ഇനിയും ഇതുപോലെയുള്ള അസ്ത്രപ്രയോഗങ്ങൾ അതുപോലെ മായകളൊക്കെ നമുക്ക് മുമ്പിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ഒരു മറുപടി, ഒരു പ്രതിവിധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമൻ പറയുന്നു, പൈതാമഹാസ്ത്രം പ്രയോഗിക്കാനാണ് ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുന്നത്. പൈതാമഹാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് അവനെ വധിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമൻ അതിന് മറുപടി പറയുന്നൊരു കാര്യമുണ്ട്. യുദ്ധത്തിൽ പിന്തിരിഞ്ഞു പോകുന്നവരോട്, അല്ലെങ്കിൽ മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്നവരോട്, ആയുധമില്ലാതെ പോകുന്നവരോടൊന്നും തന്നെ പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുത്, അത് പാപമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ തന്നെ നേരിട്ട് അവനോട് യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറയുന്നു. ഇവിടെ ലക്ഷ്മണന് ചെറിയൊരു ഭയം നേരത്തെ മുൻപ് മേഘനാഥനോട് യുദ്ധം ചെയ്തതിന്റെ ഫലമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാക്ക് ഇവിടെ പ്രയോഗിക്കുന്നത്. അതിന് രാമൻ കൊടുക്കുന്ന മറുപടി ശ്രേഷ്ഠമാണ്. കാരണം ധർമ്മത്തെ വിട്ട് യാതൊരു തരത്തിലും യുദ്ധനീതി ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പാഠ്യം ഇവിടെ ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ കയ്യിൽ ആയുധം ഇല്ലാതിരിക്കുകയോ മറഞ്ഞിരുന്ന് മായാവിയായിട്ട് യുദ്ധം ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് പൈതാമഹാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലക്ഷ്മണൻ പിന്നീട് മുന്നോട്ട് പോകുന്നത്. അവിടെ നമ്മൾ പിന്നീട് കാണുന്നത് മേഘനാഥ വധത്തിന്റെ സമയത്ത് ലക്ഷ്മണൻ തന്നെയാണ് മേഘനാഥനെ വധിക്കുന്നത്, ഇന്ദ്രജിത്തിനെ വധിക്കുന്നത്. ആ സമയത്ത് ഇന്ദ്രജിത്ത് ശരങ്ങൾ തൂക്കിക്കൊണ്ടുവരുന്ന സമയത്താണ് അവിടെ ലക്ഷ്മണൻ ശ്രീരാമൻ നൽകിയ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട്, ശ്രീരാമനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട് ആണ് ലക്ഷ്മണൻ മേഘനാഥനെ വധിക്കുന്നത്. ഇത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, നമുക്ക് ചില സമയങ്ങളിലൊക്കെ നാം ഭയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ആ ഭയം കൊണ്ട് ഓടി ഒളിക്കാതെ നമ്മുടെ ഗുരുവിനോട്, അഥവാ ഇവിടെ ജ്യേഷ്ഠനായിരിക്കുന്ന രാമൻ ലക്ഷ്മണന്റെ ഗുരുവാണ്. ആ ഗുരുവിനോട് എന്ത് വേണം എന്ന് ചോദിച്ചിട്ട് ആ ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച്, ഗുരുവിന്റെ ഉപദേശമനുസരിച്ച് ലക്ഷ്മണൻ പ്രവർത്തിച്ചപ്പോഴാണ് ലക്ഷ്മണന് മേഘനാഥനെ വധിക്കാൻ സാധിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിലും നാം പകർത്തിയെടുക്കേണ്ടതുണ്ട്. ജീവിതമാകുന്ന വലിയ ഈ ഒരു സമുദ്രം ചാടിക്കിടക്കുന്ന സമയത്ത്, അഥവാ ഈ ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ദുഃഖവും ഭയവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അതിനെന്ത് വേണം എന്ന് ചോദിച്ചുകൊണ്ട് അതിനുള്ള ഒരു എന്താണ് മറുപടി, ഒരു പ്രതിവിധി എന്താണ് എന്ന് ചോദിച്ച് അത് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ധാരണ ഇവിടെ ഉണ്ടാകണമെന്ന് ലക്ഷ്മണൻ രാമനോട് ചോദിക്കുന്നതിലൂടെ മനസ്സിലാകുന്നു. അതുതന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ രാവണൻ പരാജിത ഭയത്തോടു കൂടിയിട്ട് നിൽക്കുമ്പോൾ തന്റെ കുലഗുരുവായ ശുക്രാചാര്യരോട് ചോദിക്കുന്നു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ശുക്രാചാര്യര് ഒരു ഹോമം നടത്താൻ വേണ്ടിയൊക്കെ പറയുന്നത്. അവിടെയും ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് രാവണൻ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഇത്തരത്തിൽ ആളുകളോട് അല്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത വളരെ വളരെ കുറവായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. സ്വയം ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അത് എന്റെ ജീവിതമാണ്, ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള അഹംബുദ്ധിയോട് കൂടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുകയും ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഉദ്ദേശ രീതിയിൽ ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു. അവരുടെ ജീവിതം ദുസ്സഹമായിട്ട് മാറുകയും ചെയ്യുന്നു. അവിടെയാണ് അറിവുള്ളവരോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് അതിനുള്ള നിർദ്ദേശം സ്വീകരിച്ച് ശിഷ്യ ഗുരുക്കന്മാരോട് ഉപദേശം സ്വീകരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നതിന്റെ സാങ്കത്യം. ആ ഒരു ഭാഗം നമുക്ക് അത്തരത്തിലൊരു സന്ദേശം പകർന്ന് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നീടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുക്രാചാര്യരോട് ചോദിച്ചുകൊണ്ട് രാവണൻ ഹോമം ആരംഭിക്കുന്നതും ആ ഹോമം മുടക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ വാനരന്മാർ ചെയ്യുന്ന ആ ഒരു വേലത്തരങ്ങൾ കൃത്യമായിട്ട് നമുക്ക് രാമായണത്തിൽ കാണുന്നു. അപ്പോഴൊക്കെ ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായ സമയത്തും തന്റെ ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാവണൻ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ആ വാനരന്മാരുടെ ശല്യത്തെ മറികടന്നുകൊണ്ട് തന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് അവിടെ ധ്യാനിച്ച് ഇളക്കമില്ലാതെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ലക്ഷ്യമുറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമെന്നും ആ പ്രതിബന്ധങ്ങളെ മറികടന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് നേട്ടമുണ്ടാകുമെന്നും ആ പ്രതിബന്ധങ്ങളിൽ വീണുപോയാൽ നമുക്ക് നഷ്ടമുണ്ടാകുമെന്നുമുള്ള ഒരു സൂചന ഈ ഒരു പാഠ്യഭാഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ധാർമ്മികമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിന് തടസ്സം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു ഈശ്വരാധീനവും ഗുരുത്വം നമുക്കുണ്ടാകും. അത് നമ്മൾ സുന്ദരകാന്ഡത്തിൽ കണ്ടതാണ്. ഹനുമാൻ സ്വാമി ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇവിടെ രാവണന്റെ ചിന്താഗതി അധാർമികമായതുകൊണ്ടാണ് അവിടെ ലക്ഷ്യത്തിലേക്ക് ഉറപ്പിക്കുവാൻ വേണ്ടി സാധിക്കാത്തത്, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയാതെ പോയത്. അതിന് പല പല കാരണങ്ങളുണ്ടായി. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത് ധാർമ്മികമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഉറച്ച മനസ്സോടു കൂടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ആ ഗുരുസങ്കല്പത്തോടുകൂടി ഈശ്വര സങ്കല്പത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കുക, തടസ്സങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വരിക തന്നെ ചെയ്യും. അത് ധാർമ്മികമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും അധാർമികമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ആ തടസ്സങ്ങളെ ഏതു പ്രകാരത്തിൽ മറികടക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുമ്പോഴാണ് അത് ലക്ഷ്യം കാണുക. അത് ധാർമ്മികമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ധർമ്മം നമ്മളെ രക്ഷിക്കും. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുന്നത്. ധർമ്മത്തെ നമ്മൾ സംരക്ഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ധർമ്മം നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ രാവണന് പറ്റിയത് രാവണൻ ധർമ്മത്തെ സംരക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രാവണൻ എന്താണോ അധർമ്മം ചെയ്തത്, രാവണൻ ശ്രീരാമന്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുവന്ന് അധർമ്മം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ രാവണൻ ധ്യാനിക്കുന്ന സമയത്ത് രാവണന്റെ പത്നിയെ കൊണ്ട് രാവണന്റെ തന്റെ ആ ഒരു ധ്യാനത്തിന് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകുന്നത് രാവണന്റെ പത്നിയെ കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ധർമ്മത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുകയാണെങ്കിൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കും എന്നുള്ള വലിയൊരു തത്വം ഇവിടെ നമുക്ക് ബോധ്യമാവുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് രാവണന്റെ തത്വോപദേശമാണ്. മണ്ഡോദരിയോട് രാവണൻ വലിയ വലിയ തത്വങ്ങൾ ഉപദേശിക്കുകയാണ്. ദേഹം കൊണ്ടുള്ള നശ്വരതയും ദേഹമല്ല നശ്വരമായിട്ടുള്ളത്, അല്ലെങ്കിൽ ദേഹം സ്ഥിരമായിട്ട് നിലനിൽക്കുന്നത് അല്ല എന്നും ആത്മാവാണ് സ്ഥിരമായിട്ടുള്ളത് എന്നും ആ ആത്മാവ് സത്യസ്വരൂപനായിട്ടുള്ള ഈശ്വരനാണ് എന്നും തുടങ്ങിയിട്ടുള്ള വലിയ തത്വവിചാരം ഇവിടെ രാവണൻ മണ്ഡോദരിയോട് പറഞ്ഞു കൊടുക്കുന്നു. കാരണം മണ്ഡോദരി ആ സമയത്ത് രാവണനെ അധിക്ഷേപിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. നിനക്ക് ശരീരമോഹം മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുമ്പോൾ രാവണൻ തന്റെ തത്വബോധം എന്താണ് എന്നുള്ളത് മണ്ഡോദരിയെ ബോധിപ്പിക്കുന്നതിലൂടെ രാവണന്റെ മഹത്വം കൂടിയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും അതെല്ലാം ഉണ്ടെങ്കിലും മുമ്പ് നമ്മൾ ഒരു ദിവസം ചർച്ച ചെയ്തിരുന്നു, എല്ലാം അറിയുന്ന ആളുകൾ പോലും മുൻജന്മ കർമ്മ പ്രാരബ്ധം കൊണ്ട് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അറിയാതെ ചെയ്തു പോകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ അതുപോലെ ഈ തത്വവിചാരം എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം രാവണൻ പറയുകയാണ്, ഞാനിപ്പോൾ രാമനോട് യുദ്ധത്തിന് പോകുന്നു. ആ യുദ്ധത്തിന് പോകുന്ന സമയത്ത് രാമൻ എന്നെ വധിക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, രാമൻ എന്നെ വധിക്കുകയാണ് എങ്കിൽ ഉടനെ തന്നെ അല്ലയോ മണ്ഡോദരി, നീ സീതയെ കൊല്ലേണ്ടതുണ്ട്, സീതയെ വധിക്കണം. അതിനുശേഷം നീ എൻ്റെ അഗ്നിപ്രവേശം ചെയ്തുകൊണ്ട് നീയും മരണത്തെ സ്വീകരിക്കണമെന്ന് പറയുന്നു. ഇവിടെ രാവണന്റെ ആ ഒരു ബുദ്ധി ആലോചിച്ച് നോക്കുക. കാരണം രാവണൻ സീതാദേവിയെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഈ വേലകളൊക്കെ ചെയ്യുന്നത്. അവസാനം രാമനാൽ തനിക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും
സീതയെ തിരിച്ചു കൊടുക്കരുത് എന്നുള്ള ആ ഒരു ദുഷ്ടബുദ്ധിയും കൂടെ അവിടെ പ്രവർത്തിക്കുകയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നേരത്തെ മുൻപ് ഒരു ദിവസം പറഞ്ഞതുപോലെ ഏതെല്ലാം നന്മകൾ നമുക്കുണ്ടെങ്കിലും, എന്തെല്ലാം തത്വവിചാരം നമുക്കുണ്ടെങ്കിലും, എന്തെല്ലാം ബുദ്ധിയും ശക്തിയും ഒക്കെ നമുക്കുണ്ടെങ്കിലും, ആത്മജ്ഞാനമുണ്ടെങ്കിലും, മുൻജന്മ കർമ്മത്തിന്റെ ഭാവനമായിട്ട് മുൻജന്മ ചിന്തകൾ കൊണ്ട് ചിലതൊക്കെ നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചാലും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നൊരവസ്ഥ. അവിടെയാണ് അങ്ങനെ ചെയ്തു പോകാതിരിക്കാൻ ശ്രീരാമന്റെ പദങ്ങളെ അല്ലെങ്കിൽ ഈശ്വരന്റെ പദങ്ങളെ സ്മരിച്ചുകൊണ്ട് ധർമ്മത്തെ ചിന്തിച്ചുകൊണ്ട് ധർമ്മത്തിലൂടെ ജീവിക്കണം, ചരിക്കണം എന്ന് ആചാര്യന്മാർ പറയുന്നത് ഈ മുൻജന്മ കർമ്മപ്രാരബ്ധങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ രാവണൻ അത് ചെയ്യാത്തത് കൊണ്ടാണ് രാവണന് വീണ്ടും വീണ്ടും ആ ഒരു ചിന്താഗതി വരുന്നത്. അതിനുശേഷം മണ്ഡോദരി രാവണനോട് പറയുന്നു, രാമൻ നിസ്സാരക്കാരനല്ല, രാമൻ സാക്ഷാൽ ശ്രീ നാരായണനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ തുടങ്ങിയിട്ടുള്ള ശ്രീരാമന്റെ അഥവാ നാരായണന്റെ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഇപ്പോൾ ശ്രീരാമനായിട്ട് രാഘവനായിട്ട് ഇവിടെ അവതരിച്ചിരിക്കുന്നത് നിന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നീ അറിയൂ എന്ന് പറയുന്നു. അതുകൊണ്ട് അതിന് മാർഗമായിട്ട്, അതിന് പരിഹാരമായിട്ട് നമുക്ക് സീതാദേവിയെ ശ്രീരാമന് കൊണ്ട് കൊടുത്തതിന് ശേഷം, വിഭീഷണന് രാജ്യവും നൽകിയതിനു ശേഷം നമുക്ക് കാനനത്തിൽ തപസ്സിനായിട്ട് വാഴാമെന്ന് പറയുമ്പോൾ അവിടെ രാവണന്റെ മഹത്തരമായിട്ടുള്ള ഒരു ചിന്ത കൂടി പുറത്തു വരികയാണ്. രാവണൻ പറയുന്നു, ഞാൻ കാരണം എൻ്റെ മക്കളും സഹോദരന്മാരും മന്ത്രിമാരും അതുപോലെ അനുജന്മാരും എല്ലാവരും ഒരുപാട് പേര് മരണപ്പെട്ടു. അവരെല്ലാവരെയും ഞാൻ കൊലക്കി കൊടുത്തിട്ട് ഞാൻ അവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യുന്നതിൽ എന്തർത്ഥമുണ്ട്? ഞാൻ അവരെയൊക്കെ കൊല ചെയ്യുവാൻ വേണ്ടി വിട്ടുകൊടുത്തതല്ലേ? അതുകൊണ്ട് ശ്രീരാമന്റെ ശരമേറ്റുകൊണ്ട് ശ്രീരാമനോട് യുദ്ധം ചെയ്ത് ശ്രീരാമന്റെ ശരമേറ്റ് എനിക്ക് വൈകുണ്ഠ രാജ്യം പ്രാപിക്കുക തന്നെ വേണം എന്ന് രാവണൻ പറയുന്നു. ഇത്രയുമാണ് നാം ഇന്ന് ചിന്തിക്കുന്ന പാഠ്യഭാഗം എന്ന് പറഞ്ഞു. ഇതിൽ രാവണന്റെ ആ മഹത്തരമായിട്ടുള്ള ചിന്താഗതികളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, മണ്ഡോദരിയുടെ ചിന്താഗതികളെ മനസ്സിലാക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ മേഘനാഥന്റെ ആ ചിന്താഗതി, ശുക്രാചാര്യ ചിന്താഗതി തുടങ്ങി ധർമ്മത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആളുകളുടെ അവസ്ഥയും അധാർമികമായിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ദുരവസ്ഥയും എന്താണ് എന്ന് കൃത്യമായിട്ട് രാമായണത്തിലൂടെ നമ്മളെ ആചാര്യന്മാരെ പഠിപ്പിച്ചു തരുന്നു, രാമായണം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ധർമ്മചാരിയായിട്ട് ധർമ്മത്തിലൂടെ ചിന്തിച്ചുകൊണ്ട് ധർമ്മത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ധർമ്മത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു ചേതോവികാരം ഉണ്ടാക്കിയെടുക്കുവാനാണ് ഈ പാഠ്യഭാഗങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, ബോധിപ്പിക്കുന്നത്. അത്തരത്തിൽ ധർമ്മചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ जय।